എനിക്കെൻ്റെ ആശ്രയമേശുവത്രേ, സർവശക്തനാമെന്നേശുവത്രേ. ഞാനവൻ കരങ്ങളിൽ സുരക്ഷിതനാ, യേശു മതിയായവൻ. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. കാക്കയെ അയച്ചാഹാരം തരും, ആവശ്യമെല്ലാം നടത്തിത്തരും, നഷ്ടങ്ങളെ ലാഭമാക്കിത്തരും. യേശു മതിയായവൻ. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. ആരോഗ്യമുള്ള ശരീരം തരും, രോഗങ്ങളെ ദൈവം നീക്കിത്തരും, ശാന്തമായി ഉറങ്ങുവാൻ കൃപ തന്നിടും. യേശു മതിയായവൻ. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ എല്ലാ പ്രിയപ്പെട്ടവരെ അറിയിക്കുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം, അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം, അതിൻ്റെ 3-ാം അധ്യായം 6-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നു: അവൻ ഞങ്ങളെ പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷകന്മാർ ആകുവാൻ പ്രാപ്തരാക്കി. അക്ഷരത്തിൻ്റെ ശുശ്രൂഷകന്മാരല്ല, ആത്മാവിൻ്റെ ശുശ്രൂഷകന്മാരത്രേ. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. അക്ഷരത്തിൻ്റെ ശുശ്രൂഷ, അത് പഴയ നിയമ ശുശ്രൂഷയെക്കുറിച്ച് പറയുമ്പോൾ ആത്മാവിൻ്റെ ശുശ്രൂഷ, അതാണ് പുതിയ നിയമ ശുശ്രൂഷ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായം 31-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയാണ്: ഞാൻ ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദാ ഗൃഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും എന്ന് യഹോവയുടെ അരുളപ്പാട്. പുതിയൊരു നിയമം. അതെന്താണ് ആ നിയമം? യേശു ക്രിസ്തു നമുക്ക് വേണ്ടി പാപപരിഹാരമായി, യാഗമായി, ഇനിയും യാഗങ്ങളൊന്നും വേണ്ട. യേശു ക്രിസ്തു യാഗമായതിലൂടെ അത് വിശ്വസിക്കുന്നവർക്ക് പാപമോചനം, നിത്യജീവൻ ലഭിക്കുന്നു എന്നുള്ളത്. എന്നുവെച്ചാൽ നമ്മുടെ പ്രവൃത്തി കൊണ്ടല്ല, യേശു ക്രിസ്തുവിൻ്റെ പ്രവൃത്തിയിൽ വിശ്വസിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്ന ഏവനും വിശ്വാസത്താൽ നീതീകരിക്കപ്പെടും, വിശ്വാസത്താൽ രക്ഷിക്കപ്പെടും. അങ്ങനെ നമ്മളെ പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷകന്മാരാക്കി ആവാൻ ദൈവമാ പ്രാപ്തർ. എല്ലാവരെയും അങ്ങനെ ശുശ്രൂഷകരാക്കി വെച്ചിരിക്കുക. എന്നിട്ട് പറയാം, അക്ഷരത്തിൻ്റെ ശുശ്രൂഷയല്ല, പിന്നെ എന്താ? ആത്മാവിൻ്റെ ശുശ്രൂഷയാണ്. ആത്മാവിൻ്റെ ശുശ്രൂഷയാണ്. ശുശ്രൂഷകന്മാരാണ് അത്രേ നമ്മളെ ദൈവം അങ്ങനെയാണ് നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. 1 തീമോഥെയോസ് 1:12 പറയുകയാണ്: എനിക്ക് ശക്തി നൽകിയ ക്രിസ്തു യേശു എന്ന നമ്മുടെ കർത്താവ് എന്നെ വിശ്വസ്തനെന്നെണ്ണി ശുശ്രൂഷയ്ക്ക് ആക്കിയത് കൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നു. അപ്പോൾ എന്നെ ശുശ്രൂഷയ്ക്ക് ആക്കിയത് ആരാണ്? ഒരു സഭയോ ഒരു 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 പ്രസ്ഥാനമല്ല എന്നെ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ആക്കി. ഒരു പ്രസ്ഥാനത്തിലായിരിക്കും ഞാൻ നിൽക്കുന്നത്, ഞാനൊരു സഭയിലായിരിക്കും നിൽക്കുന്നത്. പക്ഷേ എന്നെ വിശ്വസ്തനെന്നെണ്ണി ഈ ശുശ്രൂഷ ദൈവവേല ഏൽപ്പിച്ചത് എനിക്ക് ശക്തി നൽകിയ ക്രിസ്തു യേശുവാണ്. അപ്പോൾ യേശു ക്രിസ്തുവാണ് എന്നെ ഈ ശുശ്രൂഷ ഭരം ഏൽപ്പിച്ചത് എന്നുള്ളതാണ്. അപ്പം നമ്മളിവിടെ പറയാണ്, അപ്പം ഈ മനുഷ്യരുടെ ശുശ്രൂഷകരല്ല, ആത്മാവിൻ്റെ ശുശ്രൂഷകരാണ്, പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷകരാണ്. ആ പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷ ചെയ്യാൻ യേശു ക്രിസ്തുവാണ് എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. യോഹന്നാൻ 6:63 യേശു കർത്താവ് പറയാ, ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു,
മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകും. നമ്മുടെ ശുശ്രൂഷ എന്താ? അക്ഷരത്തിൻ്റെ ശുശ്രൂഷകന്മാരല്ല. അക്ഷരം കൊല്ലുകയാണെങ്കിൽ ആത്മാവ് ജീവിപ്പിക്കുന്നതാണ്. ആത്മാവിൻ്റെ ശുശ്രൂഷയാണ്. ആത്മാവിൻ്റെ ശുശ്രൂഷ എന്താ? ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനും നൽകുന്ന ശുശ്രൂഷയാണ്. അപ്പം നാം മറന്നു പോകരുത്, നമ്മുടെ ദൈവം ഈ ഭൂമിയിലാക്കിയ ഒരു ശുശ്രൂഷ ഏൽപ്പിച്ചിരിക്കുമ്പോൾ ആ ശുശ്രൂഷ മറ്റാരുമല്ല നമ്മളെ ഏൽപ്പിച്ചത്. നമ്മൾ ആത്മാവിൻ്റെ ശുശ്രൂഷകന്മാരത്രേ, പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷകന്മാരത്രേ. യേശു ഈ ഭൂമിയിൽ വന്നപ്പോൾ യേശു പ്രവർത്തിച്ചതും പറയാണ്, ദൈവം അവനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതുകൊണ്ട് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരെ ഒക്കെയും സൗഖ്യമാക്കി നടന്നുമായ വിവരം നാം അറിയുന്നല്ലോ. അപ്പോൾ പരിശുദ്ധാത്മാവാണ് നമുക്ക് ബലം തരുന്നത്, ജീവൻ നൽകുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ആത്മാവിൻ്റെ ശുശ്രൂഷകരാണ് നാം, മറന്നുപോകരുത്. നമ്മൾ പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷകരാണ്, നമ്മൾ ആ സ്നേഹത്തിൻ്റെ ശുശ്രൂഷകരാണ്. അത് നാം മറന്നു പോകരുത്. ആത്മാവിൻ്റെ ഫലങ്ങളാണ് സ്നേഹം, സന്തോഷവും സമാധാനമൊക്കെ. അപ്പം ആത്മാവിൻ്റെ ശുശ്രൂഷകരാണ്. അതിനായിട്ട് നമ്മളെ വിളിച്ചേക്കുന്നത് ആത്മാവിൻ്റെ ശുശ്രൂഷകരാണ്. നമ്മളൊരു സഭയുടെ ശുശ്രൂഷനാണ് ലേബലിൽ നിൽക്കുമ്പം തന്നെ, ആ സഭയുടെ ശുശ്രൂഷനായിരിക്കുമ്പം തന്നെ നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷകനാണ്. അതുകൊണ്ട് അർത്ഥം എന്താണെന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവ് പറയുന്നത് അനുസരിക്കുന്ന ശുശ്രൂഷകരാണ്. പ്രാർത്ഥിക്കാം. പിതാവേ, പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് ഞങ്ങളെ പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷകരാക്കുവാൻ പ്രാപ്തരാക്കിയല്ലോ. ഞങ്ങളെ വിശ്വസ്തൻ എന്ന് എണ്ണി കർത്താവ് ഞങ്ങളെ ശുശ്രൂഷയ്ക്ക് ആക്കി വെച്ചതിനായി സ്തോത്രം. അക്ഷരത്തിൻ്റെ ശുശ്രൂഷകരല്ല, ആത്മാവിൻ്റെ ശുശ്രൂഷകരാക്കി ഞങ്ങളെ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവ് മാറ്റിയതിനായി സ്തോത്രം. ആത്മാവിൻ്റെയും ജീവൻ്റെയും ശുശ്രൂഷകരാക്കി ഞങ്ങളെ തീർത്തതിനായി സ്തോത്രം. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. എന്നെ കേൾക്കുന്ന രോഗികൾ ഇപ്പോൾ തന്നെ യേശു ക്രിസ്തുവിൻ്റെ അടിപ്പിണരുകളാൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹൃദയഭാരങ്ങൾ മാറിപ്പോകട്ടെ, ആകുല ചിന്തകൾ മാറട്ടെ, ഭയങ്ങൾ മാറിപ്പോകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളും വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സകല മഹത്വം ഓർക്കപ്പെട്ട കുഞ്ഞാടിന് യേശുവിൻ പൊന്നുനാമത്തിൽ പിതാവേ, ആമേൻ. എനിക്കെൻ്റെ ആശ്രയമേശുവത്രേ, സർവശക്തനാമെന്നേശുവത്രേ. ഞാൻ അവൻ കരങ്ങളിൽ സുരക്ഷിതനാ, യേശു മതിയായവൻ.